ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ്. ദൗത്യം ഇങ്ങനെ നീണ്ടുപോകുന്നതിലുള്ള പ്രതിഷേധമാണ് അവർ അറിയിക്കുന്നത്. കാട്ടുനീതി കാട്ടിൽ മതി എന്ന ബാനറൊക്കെ ഉയർത്തിയാണ് അവരുടെ പ്രതിഷേധം ഇന്നലെ നടന്നത്. ഒരു കർഷകന്റെ കൊലപാതകത്തിൽ കലാശിച്ച സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ രോഷം മനസ്സിലാകും. കൊല്ലപ്പെട്ട അജീഷിന്റെ മകൾ അല്പസമയം മുമ്പ് ഞങ്ങളുടെ പ്രതിനിധി MS അനീഷ് കുമാറിനോട് സംസാരിച്ചിരുന്നു. അതിലേക്ക്. കാട്ടാനയുടെ ആക്രമണത്തിൽ അജീഷ് കൊല്ലപ്പെട്ടിട്ട് ഇന്ന് ഒരാഴ്ചയിലേക്ക് എത്താൻ ഇനി ഒരു ദിനം കൂടി മാത്രമാണ് ബാക്കി. ഇപ്പോഴും കൊലയാളിയായ ആനയ്ക്കായുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു. ആനയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുമില്ല. നമുക്കൊപ്പം അജീഷിന്റെ മകൾ അല്ലയാണുള്ളത്. ഇത്രയും ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ ദൗത്യം നീണ്ടു പോകുന്നു. നിങ്ങൾക്കൊക്കെ അതിലൊരു ആശങ്കയുണ്ടോ? ആന വീണ്ടും ഒരു നാശം വിതയ്ക്കുമെന്നൊരു ഭയമുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഈ ആനേന്റെ മനസ്സിൽ ചിലപ്പോൾ നമ്മുടെ ഈ റോഡ് തന്നെയൊക്കെ ഉണ്ടാവും. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് തന്നെ വരാനുള്ള ചാൻസും കൂടുതലാണ്. പിന്നെന്ന് വെച്ചാൽ ആനകളിൽ ഈ വയനാട്ടിലുണ്ടെങ്കിലും മുഖ്യ ആനകളും പാവ, ചില ആനകൾ മാത്രമേ ഇടയാറുള്ളൂ. പക്ഷെ ഈ ആന അങ്ങനെയല്ല. ഈ നമ്മുടെ വയനാട്ടുകാരനുമല്ല, ഇത് കർണാടകക്കാരാനയല്ലേ. അതുകൊണ്ട് എനിക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ട്, ഇങ്ങോട്ട് ഇനി ഒന്നും കൂടി ആന വരുമോന്ന്. ഇന്നലെയാണ് കടുവ എത്തിയല്ലോ. നിങ്ങൾ പള്ളി പോകുന്ന വഴിക്കാണ് കടുവ എത്തിയത്? ഞങ്ങള് പള്ളി പോകുന്ന വഴിക്ക് കടുവ വന്നു. അന്നേരം ഞങ്ങളെ കണ്ടു ചേച്ചി കിടന്ന് കാറി. ഞങ്ങൾ പേടിച്ച്, ആനയാന്ന് പേടിച്ച് ഞങ്ങള് താഴെ ഒരു വീടുണ്ടായിരുന്നു, അങ്ങോട്ട് ഓടുക ചെയ്തത്. ആ ചേച്ചി തലനാരിഴക്കാണ് അല്ലെ വീഡിയോ ഒക്കെ കണ്ടത്? ആ ചേച്ചി ഞങ്ങൾ ഇപ്പുറ സൈഡ്, ആ ചേച്ചി അപ്പുറ സൈഡായിരുന്നു ഉണ്ടായിരുന്നത്. ചേച്ചീനെ കണ്ടിട്ട് മറ്റേ ചേച്ചി കിടന്ന് കാറിയപ്പോ ഞങ്ങളുടെ മനസ്സിൽ ആനയാന്ന്, ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ആനയാന്ന് വിചാരിച്ച് ഞങ്ങൾ ഓടുക ചെയ്തത്. എന്താണ് ഈ അധികാരികളോടൊക്കെ മോൾക്ക് പറയാനുള്ളത്? ഒരു വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്ക്. ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. വയനാട്ടിൽ തന്നെ ഇങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഫോറസ്റ്റിൽ അതുങ്ങൾക്ക് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് അതുങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതുങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത്, അതുങ്ങൾക്കുള്ള വെള്ളമൊക്കെ കൊടുത്ത് അതുങ്ങളെ പരിപാലിക്കുവാണെങ്കിൽ അത് അവിടെ തന്നെ നിന്നോളൂ. നാട്ടിലേക്ക് ഇറങ്ങാതെ അതുങ്ങൾ സൂക്ഷിച്ചോളൂ. അവർക്കുള്ള ഭക്ഷണം കാട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് കാട്ടിൽ ഈ ഭക്ഷണത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഈ വയനാട് എന്ന് വെച്ചാൽ മുക്കാലോളം ഇല്ലി പാനങ്ങളാ, ഇല്ലിങ് കൊണ്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് കർണാടക, തമിഴ്നാട് അവിടെയൊന്നും ഇല്ലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരിങ്ങോട്ട് വരുന്നത്, ഇല്ലിയൊക്കെ കഴിക്കുക. അവിടെ ഫുഡ് മൊത്തം ഇല്ലിയല്ലേ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരല് കൂടുതൽ. എന്റെ മനസ്സ് പറയുന്നത്. നിങ്ങൾക്കും വലിയ നഷ്ടം ഉണ്ടായിട്ടുണ്ടല്ലോ ഈ കാട്ടുകിളിയുടെയും കുരങ്ങന്റെയും ആനയുടെ ഒക്കെ? ഉറപ്പായിട്ടും. ഡാഡി കൃഷി നശിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ കൊല്ലം വിതച്ചാറ് ഞങ്ങൾ വിതച്ചിട്ട് അത് പോയി, കിളി വറുക്കി കൊണ്ടുപോയിട്ട് ഞങ്ങൾ 2 വട്ടം വിതച്ചതിന് ശേഷം ഞങ്ങൾക്ക് നെല്ല് ആയത്. ഓൾമോസ്റ്റ് കുറെ പോയായിരുന്നു. പിന്നെന്ന് വെച്ചാൽ ഇവിടെ തെങ്ങുണ്ട്, തെങ്ങിൽ മൊത്തം ഉള്ള തേങ്ങയൊക്കെ കുരങ്ങൻ വന്നിട്ട് എടുക്കും. പിന്നെ കപ്പളങ്ങ, കപ്പയൊക്കെ മാന്തും ഒക്കെ ചെയ്യും. ഇങ്ങനൊക്കെ വരുമ്പോൾ നേരത്തെ കടുവയുടെ ശല്യം വന്നിട്ടുണ്ടല്ലോ, അന്നും വളരെ സജീവമായിട്ട് ഡാഡി ഇവർക്കുള്ള സഹായമൊക്കെ ചെയ്തു കൊടുത്താണ്. നമ്മുടെ വണ്ടിയും കൊണ്ട് തന്നെ ഇവിടെ എല്ലാ കൂടൊക്കെ വെച്ചത് ഡാഡി ആയിരുന്നു. ഇവിടെ എല്ലാത്തിനും നേതൃത്വം എന്നുവെച്ചാൽ കടുവേന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നപ്പോ എല്ലാവരോടും ഡാഡി ആയിരുന്നു എല്ലാ മെസ്സേജൊക്കെ ഇട്ടത്. ഇവിടെ കടുവയുണ്ട് അങ്ങനെയാ, അതുകൊണ്ട് ആരും പുറത്തിറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് ഡാഡി എല്ലാ സംവിധാനമൊക്കെ ചെയ്തു കൊടുത്തത്. ഫോറസ്റ്റ് ഫുഡും വെള്ളമൊക്കെ ഡാഡി ഏർപ്പാട് ചെയ്തെന്നു. ഇവിടെ എല്ലാ കാര്യത്തിനും മുന്നിൽ നിൽക്കുമായിരുന്നല്ലേ? അങ്ങനെ അതാണ്, ആളുകളൊക്കെ വലിയ സ്നേഹമാണ് ഇപ്പോൾ. അന്ന് സംസ്കാരത്തിനൊക്കെ ഒരുപാട് പേര് വന്നു. ഇവിടുത്തെ ഒരു നേതാവായിരുന്നു, രാഷ്ട്രീയത്തിന്റെ നേതാവല്ല, മൊത്തത്തിൽ ആളുകളെ. ഡാഡി പടമലേന്റെ ഒരു തൂണാന്ന് എല്ലാരും പറയാറ്. ഡാഡി ഇല്ലെങ്കിൽ പടമല ഇല്ലാതെ ആയ കണക്കാന്ന് എല്ലാരും. എന്ന് വെച്ചാൽ പടമലയിൽ എല്ലാ പണിക്കും, ലോഡ് പണിക്ക് പോലും ഡാഡി അങ്ങനെ എല്ലാവരുടെ അടുത്ത് പോയി നടക്കും. ഇപ്പൊ ഒരു കല്യാണം ഉണ്ടെങ്കിൽ കല്യാണം വീട്ടിൽ പോയി ഫുഡിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. എല്ലാം ചെയ്തിട്ട് ഡാഡി വീട്ടിൽ വരാറുണ്ടായിരുന്നുള്ളൂ. പണിക്ക് എല്ലാ ജോലിക്കും പോവായിരുന്നല്ലേ? ഡാഡി കാട് വെട്ടുണ്ടായിരുന്നു, പിന്നെ വണ്ടി ഓടിക്കായിരുന്നു, പിന്നെ ഇവിടെ എന്തെങ്കിലും ആർക്കെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ അതും ചെയ്യാറുണ്ട്. പള്ളിയിലെ കൈക്കാരനും ആയിരുന്നല്ലേ? പള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് വലിയ സഹായം ഉണ്ടായിരുന്നു. ഡാഡിന്റെ നേതൃത്വത്തിൽ വെച്ച് ഇപ്പൊ പള്ളിയിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന അതൊക്കെ റെഡിയായി വന്നത്. എന്തായാലും അന്ന് നിങ്ങളൊക്കെ എണീറ്റിരുന്നു ഈ ആനയുടെ ആക്രമണം വന്ന ദിവസം? എന്നെ അവനെ എഴുന്നേറ്റ് പള്ളി വിട്ടിച്ചതാ. ഞങ്ങളെല്ലാ ദിവസം പള്ളി വിടും. ഞങ്ങളെല്ലാ ദിവസം പള്ളി വിടുന്നത് കൊണ്ട് ഡാഡി എല്ലാ ദിവസവും എഴുന്നേൽപ്പിച്ച് ഞങ്ങൾ പള്ളി വിട്ടു. പള്ളി കഴിഞ്ഞ് വരുമ്പോ ഞങ്ങള് ഫോറസ്റ്റ് വണ്ടി ആളെ കൊണ്ടുപോകുന്ന കണ്ടു. ആരാ ഞങ്ങൾക്കറിയില്ലായിരുന്നു.
ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ അടുത്തുനിന്ന് ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി ആ വണ്ടി പോകുന്ന ചേട്ടൻ്റെ മേത്ത് മൊത്തം ചോരയാന്ന് പറഞ്ഞു. ഡാഡിയെന്നുള്ള കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. പിന്നെ ഇവൻ അതിന് ആനയാന്ന് അറിഞ്ഞ പാട് ഇവൻ ഓടി വീട്ടിലേക്ക്. ഞാനും എൻ്റെ താഴെയുള്ള ചേച്ചിയും കൂടി വന്നപ്പോൾ ഞങ്ങളോട് ആ ചേച്ചിനൊരു ചേട്ടൻ പറഞ്ഞു, പഞ്ചിലച്ചീന് ആന തട്ടി, സീരിയസ് ആന്ന് പറഞ്ഞു. അത് കേട്ട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഡാഡി എന്തെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ആന വന്നു, ആനേൻ്റെ പുറകെ പോയതാന്ന് പറഞ്ഞു. ഞാൻ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ ഇവിടെ ഇറങ്ങി ചോദിച്ചപ്പോൾ ചെറിയ ചെറിയ മുറിവേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ അങ്ങനെ ആശ്വസിച്ചിരുന്നപ്പോൾ പിന്നെ സിസ്റ്റേഴ്സ് വന്നപ്പോൾ സിസ്റ്റേഴ്സാണ് പറഞ്ഞു ഞങ്ങളോട് പോയി എന്നുള്ള കാര്യം. മാനന്തവാടിയിൽ വലിയ പ്രതിഷേധമൊക്കെ ആയിരുന്നല്ലോ, ആളുകളെല്ലാം വേണം. അതെന്ന് വെച്ചാൽ 3 മണിക്കൂറോളം അവിടെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ 7 ആയപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടുന്ന് എത്ര മണിക്ക് ഞങ്ങൾ അതൊന്നും അറിയുന്നില്ല. അവിടെ നടന്ന കാര്യം പോലും ഞങ്ങൾക്ക് അറിയില്ല. ഇവിടുന്ന് ഡാഡീനെ എടുക്കാന്ന് പറഞ്ഞിട്ട് ചാച്ചന്മാരെല്ലാവരും പോയി. പിന്നെ ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല. ഞങ്ങളിവിടെ ഇരുത്തിയിട്ടാണ് പോയി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊന്ന് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് പോലും ഞങ്ങളെ കൊണ്ടുപോയില്ലായിരുന്നു. ഈ ശല്യം പരിഹരിച്ചില്ലെങ്കിൽ ആളുകൾ വലിയ തോതിൽ പ്രതിഷേധിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ പലയിടത്തും പല ദിവസങ്ങളിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാരും പറയുന്നുണ്ട്. എനിക്ക് ശരിക്കും അറിയാം. എന്റെ അപ്പൊ എനിക്കത് കേട്ടപ്പോൾ മുതലേ എനിക്ക് പിന്നെ എനിക്ക് എന്തോ പോലെ ആയിപ്പോയി. ഞാൻ പിന്നെ എനിക്ക് എന്തോ പോലെ ആയിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഞാൻ അവരെടുത്താട്ടെ അനങ്ങാതിരിക്കും. പിന്നെ എല്ലാരും വിളിച്ചിട്ട് എനിക്കൊരു ഒന്നും ആവുന്നില്ല. എന്റെ മനസ്സേ അങ്ങ് പോയായിരുന്നു. ഈ പ്രതിപക്ഷ നേതാവൊക്കെ വന്നപ്പോൾ മൊത്തം സങ്കടവും പുറത്തു വന്നായിരിക്കും അല്ലേ? ആളുകളൊക്കെ വലിയ തോതിൽ സങ്കടപ്പെടുന്നു, അതിൻ്റെ ഇടയിൽ സ്നേഹം പറയുന്നു, ഒരുപാട് ആൾക്കാർ അത് കഴിഞ്ഞ് വിളിക്കുന്നൊക്കെ ഉണ്ട്. കാര്യം തിരക്കി ആ സമയത്ത് മനസ്സിലുള്ളതൊക്കെ ഒന്ന് വന്നു കാണും പുറത്തേക്കല്ലേ? വന്നവരോടെല്ലാം എങ്ങനെ തന്നെയാണോ പറഞ്ഞത്? ഇനിയിപ്പം ഈ എങ്ങനെയാണ് ഈ ആളുകൾ തിരുവനന്തപുരത്തേക്ക് പോകുന്നതായിരുന്നു? ഈ മാനന്തവാടി കൊണ്ട് ഇത് അവസാനിക്കില്ല അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് എന്നോടൊക്കെ. ഇവിടെ ഇനി എന്തെങ്കിലും വന്നാൽ ഇനി ഞങ്ങൾ അങ്ങോട്ടാ പോകുന്നതെന്ന് എല്ലാവരും പറയുന്നത്. എന്താണ് സർക്കാരിനോട് പറയാനുള്ളത്? അവരാരും ഇതുവരെ ഇവിടെ വന്നില്ലെന്നൊക്കെ നാട്ടുകാർക്ക് വലിയ പരാതിയുണ്ട്. ഈ കുറച്ച് ആളുകൾ വരുന്നു. എനിക്കതൊന്നും കാര്യമില്ല. എനിക്ക് പോയത് പോയി, ഇനി എനിക്കത് കിട്ടൂലല്ലോ ആര് വന്നാലും. നഷ്ടപരിഹാരത്തിലും കാര്യമൊന്നുമില്ലല്ലേ? ആളുകൾ ഇനി പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അല്ല പറയുന്നത് ഈ പരിഹാരമുടൻ കാണണം ഈ കാട്ടാന ശല്യത്തിന്. ഒപ്പം വനം വിട്ട് ഈ വന്യജീവികൾ പുറത്തേക്ക് വരുന്ന സാഹചര്യങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിനുള്ളൊരു നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്ന് പറയുന്നു. ഈ ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുത്തില്ലെങ്കിൽ ആളുകൾ തിരുവനന്തപുരത്തേക്ക്, തലസ്ഥാനത്തേക്ക് പോലും സമരവുമായി എത്തുമെന്ന മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദൗത്യസംഘം ആനയെ പിടികൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.